ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ അങ്ങനെ ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിതായി എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും മീഡിയം വലിപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1 ടീസ്പൂൺ ഇഞ്ചിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതും പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ സവാളയുടെ ഷെയ്ഡൊന്നും ഒത്തിരി മാറിക്കിട്ടൊന്നും വേണ്ട, ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് 1.5 കപ്പ് ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ ദോശമാവോ ആണേ. ഇനിതായി മാവിലേക്ക് ഇപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കൂട്ടുകൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിയതായിരുന്നു, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട്കട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത്. ഇതിൽ കുറേ നല്ല വീഡിയോ എഫക്ട്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനും ഹൈ ക്വാളിറ്റിയിൽ തന്നെ അത് ഷെയർ ചെയ്യാനും പറ്റും കേട്ടോ. എനിക്ക് ഈ ഷോർട്ട് കട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മളിതായി എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ലേ, ഇത് നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാനും പറ്റും. ഇഷ്ടമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് ആക്കി കൊടുക്കണേ. ഇനി പാനിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്ലാസ് നിറയെ വെള്ളം വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറായി വരുന്ന സമയത്ത് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കണത്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളൊക്കെ കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയൊക്കെ അല്ലേ തയ്യാറാക്കാറ്. ഇനി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതാകുമ്പോൾ തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനും പറ്റുവേ. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല സ്നാക്കായിട്ടും കഴിക്കാം. ഇതുവരെ ദോശമാവൊക്കെ വെച്ച് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്